കർത്താവിൻ്റെ ദിവസം എന്ന പദം ഭാവിയിലെ ന്യായവിധി, പ്രവർത്തനങ്ങളുടെ അനന്തഫലങ്ങൾ അഭിമുഖീകരിക്കുക, വീണ്ടെടുപ്പ് എന്നിവയുടെ സമയത്തെ സൂചിപ്പിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഭാഗം കച്ചവടക്കണ്ണുള്ള ക്രിസ്ത്യാനികൾ ശബത്ത് ആരാധകരെ പുച്ഛിക്കുകയും അവരുടെ ഞായറാഴ്ച ആരാധനയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ കർത്താവിൻ്റെ ദിവസത്തിൽ ആത്മാവിലാണെന്ന് പറഞ്ഞപ്പോൾ ഇത് ഞായറാഴ്ച ആരാധനയാണെന്ന് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ അനുമാനിക്കുന്നു. എന്നാൽ പഴയതും പുതിയതുമായ 50-ലധികം ഭാഗങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ പരാമർശിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ ഒരു ദർശനം അനുഭവിക്കുകയാണെന്നാണ് ഞായറാഴ്ച ആരാധനയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വേദഭാഗം 1 കൊരിന്ത്യർ 16-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു ക്ഷാമത്തെക്കുറിച്ച് പരാമർശിക്കുകയായിരുന്നു. ഇക്കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരാൾ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകും എന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു. ക്ലാവോദിയൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യന്മാരെല്ലാം തങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരന്മാർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബർണബാസും സാവുളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. ശബത്ത് ആചരിച്ച വിജാതീയ ക്രിസ്ത്യാനികൾ അക്കാലത്തുണ്ടായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യത്തിലും 16-ാം അധ്യായം 13-ാം വാക്യത്തിലും പിസിഡിയയിലെ അന്ത്യോക്യയിലെ വിജാതീയ ക്രിസ്ത്യാനികൾ ശബത്ത് ആചരിക്കുകയും കർത്താവിൻ്റെ വചനം കേൾക്കാൻ കൂടി വരികയും ചെയ്തു. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ സിനഗോഗിൽ ന്യായവാദം ചെയ്തുകൊണ്ടും യഹൂദന്മാരെയും ഗ്രീക്കുകാരെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുമാണ് അപ്പോസ്തലനായ പൗലോസ് ശബത്ത് ആചരിച്ചിരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ നിയമത്തെ വിശുദ്ധിയും നീതിയും നല്ലതെന്ന് പറഞ്ഞ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ വിജാതിയരോട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ വാവ്, ശബത്ത്, പെരുന്നാൾ എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്.